ഇതുണ്ടോ നമ്മൾ വേറൊരു കാര്യം മറന്നുപോയി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസിച്ച റൂം നമ്മൾ കാണിച്ചുള്ള നല്ല സൗകര്യങ്ങൾ കാര്യങ്ങളല്ലാണ്ട് ഇത് ഹോളാണ് ഇപ്പോൾ കാണുന്നത്. കേട്ടോ, ഇത് ഹോളാണ്. ഹോളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ ഇരിക്കാം. ടി വി, അതുമായി ഫ്രിഡ്ജ് ഉണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട അത്യാവശ്യം വേണ്ട ഇതിലുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരെ ഇപ്പോൾ ഫ്രണ്ടിൽ തന്നെയാണ്. നേരെ ഇതിപ്പോൾ ബാത്റൂം ആദ്യം കാണിക്കാം. കണ്ടോ, ഇത് ബാത്റൂമാണ്. ബാത്റൂമിൽ നേരെ നമ്മളിവിടെ വരുമ്പോൾ നേരെ 2 വാഷ് ബേസൻ ഇവിടെ ഉണ്ട്. അതേപോലെ 2 വാഷ് ബേസൻ ഉണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഇത് നമ്മുടെ ടോയ്ലറ്റാണ്. ഇതിപ്പോൾ ഇതാണ് ടോയ്ലറ്റാണ്. ഇത് നമുക്ക് കുളിക്കാനായിട്ടുള്ള ഇതാണ്. കണ്ടോ, കുളിക്കാനായിട്ടുള്ള റൂമുകൾ കാര്യങ്ങളെല്ലാം. അതേപോലെ തന്നെ ഇതാണ് വളരെ ഭംഗിയായിട്ടുള്ള ഒരു റൂമാണ് നമുക്ക് അവർ അറേഞ്ച് ചെയ്ത് തന്നത്. കാരണം അതിന് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സാധനങ്ങളും ഇതൊക്കെ വെക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ. ഇങ്ങനെയുള്ള ഷേവിങ് കിറ്റ്, അതേപോലെ തന്നെ ഓരോരോ സാധനങ്ങൾ, സോപ്പ്, ഷാമ്പു, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അതിന് ഫ്രണ്ടിലേക്ക് ഇതേ വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ തന്നെ ഇതേപോലെ തന്നെ നല്ല അലമാരിയും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ടൊന്നുമില്ല. കാരണം നമ്മളത്തെ കുറച്ച് കാര്യം ഇതൊക്കെ നമ്മൾ ഇട്ടിട്ടും കൂടി ഇല്ല. ഇതൊക്കെ ഇതൊക്കെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഇടുന്ന ഓരോ സാധനങ്ങളാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ട് പോലുമില്ല. ഇതൊക്കെ അതേപോലെ തന്നെ ഇതൊരു ബെഡ്റൂമാണ്. നേരെ നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ ഇതൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം 3 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങും. ഒരു ഫാമിലിക്ക് സുഖമായിട്ട് കിടന്നു. ഇതേപോലെയുള്ള 2 റൂമാണ്. 2 റൂമിലും ടി വി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ നേരെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അവിടെ അടുത്ത റൂം. ഇതുണ്ടോ, നെക്സ്റ്റ് റൂം ഇതാണ്. ഇതും ഒരു സെയിം തന്നെയാണ്. നമ്മൾ അപ്പുറത്ത് കണ്ട ടൈപ്പ് തന്നെ സെയിം റൂം തന്നെയാണിത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയതാണ്. കാരണം കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തപ്പോൾ നമ്മുടെ ന്യൂഹൂർ ഹോട്ടലും കാര്യങ്ങളൊക്കെ പരിസരമൊക്കെ കാണിച്ചെങ്കിലും നമ്മൾ താമസിച്ച റൂം എങ്ങനെയാണെന്നുള്ളതൊന്നും നിങ്ങളെ കാണിച്ചിരുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു സെപ്പറേറ്റ് രീതിയിലുള്ളൊരു കോട്ടേജ് പോലത്തെ ഒരു സംഭവമാണ്. സ്വീറ്റ് റൂമാണ്. അപ്പോൾ നമുക്ക് ഞങ്ങളിപ്പോൾ 2 ദിവസമായി ഇവിടെ താമസിക്കുന്നതിനിപ്പോൾ ഇന്ന് നൈറ്റും കൂടി ഞങ്ങളിവിടെ ഉള്ളൂ. നാളെ ഞങ്ങൾ നേരെ തിരിച്ച് നാട്ടിലേക്കാണ്. അതേപോലെ തന്നെ നാട്ടിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1-2 കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ടി വിയിൽ കൂടെയൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. സംഭവം എന്ന് വെച്ചാൽ നമുക്ക് വളരെ വിഷമമുണ്ട്. കാരണം ഇവിടെ നമ്മുടെ കാശ്മീരിലുണ്ടായ സംഭവങ്ങൾ ഒരുപാട് ടൂറിസ്റ്റുകൾക്കൊക്കെ സംഭവിച്ച ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം എന്താ വെച്ചാൽ എന്താ പറയുക, ഒന്നും പറയാനില്ല നമുക്ക് പ്രത്യേകിച്ചൊന്നും. അപ്പോൾ അതേപോലെ തന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് എന്തായാലും ഞങ്ങൾ നാളെ വൈകിട്ട് ഇവിടുന്ന് തിരിക്കും. നേരെ ഞങ്ങൾ ഡൽഹി ടു കൊച്ചി. അപ്പോൾ ഞങ്ങളുടെ ഫ്രൈഡേ എന്തായാലും ഞങ്ങളവിടെ ഉണ്ടാവും. ഓക്കെ. നേരെ ഹൈവേന്ന് നേരെ ഒരു ഗ്രാമത്തിലേക്ക് കയറിയാണ്. ഗ്രാമം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ ഇവിടെ കൾട്ടിവേഷൻ ചെയ്യുന്ന ഇതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതുണ്ടോ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നേരെ ബയോ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്താ സംഭവം എന്നറിയില്ല. അവർ പറഞ്ഞതിന് ഫ്രൂട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൾട്ടിവേഷൻ കാര്യങ്ങളെല്ലാം ഉള്ള സ്ഥലമെന്ന് പറഞ്ഞ് നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. അല്ലേ നൂറാൻ? യെസ്, കമോൺ പോയി നോക്കാം. എന്തായാലും ഒന്നും പറയാനില്ല കേട്ടോ. ഓരോ സ്ഥലങ്ങളും വളരെ വ്യത്യസ്തമായ സ്ഥലങ്ങളല്ലേ സോനം? വ്യത്യസ്തമായ സ്ഥലങ്ങൾ പറയാ. ഇതിനാ ഈ കായൊക്കെ ഉണ്ടോ സോനം? ഇതൊക്കെ എന്താ ഫ്രൂട്ടാണ്? എന്തായാലും നമുക്ക് ആ നടക്കുന്ന വഴി നോക്കി 3%. അവൻ്റെ കളർ കണ്ടോ സോനം? ഗ്രീൻ കളറൊക്കെ ഇങ്ങനെ ചിറക് ഇങ്ങനെ ചെയ്യുമ്പോഴേ ഗ്രീൻ കളർ. ഈ ഫ്രൂട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് മൂന്നാറൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന ടൈപ്പ് ഒരു ഫ്രൂട്ടാണത് അല്ലേ? എന്തൊരു പേര് പറയുന്നത്, പേരെന്താണെന്നുള്ള അവരോട് തന്നെ ചോദിക്കണം. ഇതൊക്കെ ഇതിൽ നിന്നായിട്ട് അതെല്ലാം പറന്നോണേ. ഹയനെ വിളിക്കണം. ഹയ എന്തിനാണ് ദിവസമാണ് ഇന്നും നാളെയൊക്കെ ആയിട്ട്. ഇപ്പോൾ നാളെ പ്രത്യേകിച്ച് അങ്ങ് കറക്കൊന്നുമില്ല. നാളെ ഹോട്ടലിൽ തന്നെയാണ്. നാളെ ഒരുപാട് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കിയിട്ട് ഞങ്ങൾ നാളെ തിരിച്ചു വരും. അപ്പോൾ നാളത്തെ ഒരു വീഡിയോ കൂടി എന്തായാലും നമ്മുടെ വീഡിയോ എന്തായാലും നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ട വീഡിയോ നാളത്തേക്ക് തീരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫുള്ള് വരുന്നത് നമ്മുടെ വണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങനെയുള്ള വീഡിയോസുകളായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. ചിമ്മിട്ടൻ ഇത് ബദാമാണ്. തൊടാനൊന്നും പാടില്ല. അത് വളരെ നീറ്റായിട്ട് അവർ കൃഷി ചെയ്യുന്നതാണ്. ഇതും ബദാം തന്നെയാണ്, പക്ഷെ ഇത് വേറെ എന്തോ
ടൈപ്പാണ്. ഒരു മാങ്ങ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടോ, സംഭവം തന്നെയാണെന്ന് തോന്നുന്നല്ലേ സോനം അല്ലേ? ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ബദാം നോക്കാം. വാക്കാം കമ്മിയർ. ഇതുണ്ടോ, സ്കൂൾ കുട്ടികളാട്ടോ, സ്കൂൾ കുട്ടികളാണ് അവർ. ഇതുണ്ടോ സോനം, സ്കൂൾ കുട്ടികൾ പറഞ്ഞുണ്ടോ, അവർ സ്കൂളിൽ അവരെന്തോ ഇവിടെ സ്റ്റഡി ആയിട്ടൊക്കെ വന്നു. ഹലോ ഹലോ, ഹൗ ആർ യു? കണ്ട അവരെ പെരുമാറ്റം കണ്ട, അവർ നമ്മൾ ആരെ കണ്ടാലും ഹലോ ഹലോ ഹലോ. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആപ്പിള്, ഓറഞ്ച്, മുന്തിരി എല്ലാം തന്നെ. ഫുൾ ടീച്ചേഴ്സൊക്കെ ഉണ്ടോ. ഇതേ സോന ഒരു ഫിഷിനൊക്കെ ഉണ്ടോ, ഇത് രസമാണ്. ഇത് നോക്കിയ സോന, അങ്ങനെ ഇറങ്ങാൻ പറ്റുമോ? കയറാൻ പാടില്ലെന്നുണ്ട്. ഇത് നോക്കിയായ ഫിഷിനൊക്കെ ഉണ്ടോ? എന്താ അത്? തോട്ടമാണത്. ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ ഒരു തോട്ടമാണ്. അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവിടെ അവർ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ 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 സാധനങ്ങളെല്ലാം കൾട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ കുട്ടികളൊക്കെ, അവർ ശരിക്കും ഫീൽഡ് ട്രിപ്പായിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഫീൽഡ് ട്രിപ്പായിട്ട് അവർ വന്നിരിക്കുന്നതാണ്. ഇതുണ്ടോ, യോ കം സോനം, ദേ ഈ മീൻ നോക്കി, ഫിഷ് നോക്കി, ഫിഷ് നോക്കി. നല്ല ഫിഷല്ലേ? ഓ അയ്യോ, എമ്മുവാണ്. ഇങ്ങോട്ട് കയറി അത് പിടിച്ച് കൊത്തും. ഇതുണ്ടോ, ഇതുണ്ടോ, ഇതൊക്കെ നമ്മൾ കണ്ടേക്കണ കുറേ ടൈപ്പ് പണ്ടൊക്കെ നമ്മൾ എല്ലായിടത്തും പോകുമ്പോൾ കാണുന്ന സാധനങ്ങളാ. നോറക്കെട്ട് കുത്തിട്ടിയല്ലേ നോറ സമാനം വരും. ചെറിയ ചെറിയ അനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുന്തിരിച്ചെടിയാട്ടാ, ഗ്രേപ്സിൻ്റെ ചെടിയാണ്. ഇതൊക്കെ റെഡിയായി വരണേ ഉള്ളൂ. ഇപ്പം സീസൺ ആണെന്നോ നമുക്കറിയില്ല. ഇതുണ്ട്, വലിയ തണ്ടൊക്കെയാണ് ഇതിൻ്റെ. നല്ല നീറ്റായിട്ട് ഇങ്ങനെ അല്ലേ, ഒഴുകുന്ന വെള്ളത്തിലുള്ള പീക്കോക്ക്. ഹായ് പീക്കോക്ക്, ഹൗ ആർ യു? ഹൗ ആർ യു? ഹായ്. വാ അങ്ങോട്ട് വാ, അതിൽ പോവാ. വാ 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 വാ. അതിങ്ങനെ പോവാ. ഓഹ്, അതിന്റെ പീലി ഒന്ന് വിടർത്തിക്കണ്ടെങ്കിൽ. പീലി നിവർത്തി നോറ, പീലി നിവർത്തി. ഓ സൂം ചെയ്യ സോന, പീലി നിവർത്തി. ഹായ് 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 ഹായ്. നല്ല കളറുള്ള കോഴി. ഇതാണിത്, നിങ്ങളെ കാണാൻ തന്നെ ഭംഗികളെ. ഞങ്ങളുടെ കോഴിയുടെ അടുത്ത് സോനം പോമോഗ്രാനൈറ്റ് അഭിയുണ്ട്. ഓരോടെ വേറെ ഉണ്ട്. ഇതുണ്ടോ, ഇവിടുത്തെ വെജിറ്റബിൾ ഗാർഡൻസ് ആട്ടോ. വെജിറ്റബിൾ ഗാർഡൻസ് ആണ്. പക്ഷെ ഇവിടുത്തെ വെജിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ടൈപ്പ്, കുറേ ലീഫ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും. കാരണം അവരങ്ങനെയുള്ള ഇതൊക്കെയാണ് അവർക്ക് കൂടുതലും സാധനങ്ങളല്ലേ. നമ്മളാ ഇതിലിട്ടത് ഫുഡിലൊക്കെ എപ്പോഴും ഇടുന്ന ഒരു സാധനമാണ്. ഇതുണ്ടോ, അത് മല്ലിയില. മല്ലിയില ഉണ്ടല്ലോ ഇവിടെ. ഇതുണ്ടോ, ഞങ്ങളങ്ങനെ നേരെ ഷെയ്ഖ് സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ, ഷെയ്ഖ് പാലസ്. ഇവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ടിക്കറ്റ് എടുത്തോണ്ട് ഇതിൻ്റെ അകത്തൊക്കെ കയറണം. ഇതുണ്ടോ, ഇതേപോലെയുള്ള നല്ല അടിപൊളി പാലസാണ്. ഇതുണ്ടോ, നമ്മൾ നേരെ കയറി പോകുന്ന വഴിയിൽ ഒരു പ്രായമായിട്ടുള്ളൊരു ആളിടുന്നുണ്ടോ, ഫ്ലൂട്ട് വായിക്കുന്നുണ്ടോ. രസം നോക്കി. ഇവിടുത്തെ ചെറിയ ഷോപ്പൊക്കെ ഉണ്ടോ. ചെറിയ ഷോപ്പ് എന്ന് പറഞ്ഞാൽ
മരം വെച്ചിട്ട് റെഡിയാക്കിയാണ്. എന്തൊരു സുഖമായി കാണാനായിട്ട്. ചെറിയൊരു ഷോപ്പ്, നമ്മുടെ പോലെ പെട്ടിക്കട പോലത്തെ സംഭവം, അതിവിടെ വെച്ചിരിക്കണം. നോക്കി ഇത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ട്. ഇതുണ്ട നേരെ അങ്ങോട്ട് പോകുന്ന വഴിയാട്ടോ അത്. നോക്കി നമ്മൾ നേരെ ഇനി മേളിലേക്ക് കയറി പോകണം. മേളിലേക്ക് കയറി പോകാനുള്ള വഴിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതുണ്ടോ, ഞങ്ങൾ പാലസിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. ടിക്കറ്റ് എടുക്കണം അവിടെ നിന്നാണ്. അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ ഡ്രൈവർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം ടിക്കറ്റ് എന്നൊക്കെ തന്നെ, കാരണം കുറേ നടക്കാണ്ട്. ഇതുണ്ടോ ഇതാട്ടോ പാലസിൻ്റെ ഫ്രണ്ട് വശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇത് പാലസാണ്. ഫ്രണ്ടിൽ ചെറിയൊരു പോണ്ട് പോലെ സെറ്റപ്പൊക്കെ ഉണ്ടതുണ്ടോ, ചെറിയൊരു പോണ്ടും. അതിലൂടെ ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ വീഡിയോയും ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അകത്താണെന്നുണ്ട്. ചിലപ്പോൾ അതൊന്ന് ചോദിക്കണം. ടിക്കറ്റ് എടുത്താലും അപ്പോൾ അകത്ത് പോകുമ്പോൾ ചിലപ്പോൾ ഒന്നും പറ്റില്ല എന്ന് വരും. അതുകൊണ്ടോ പുറത്തുനിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി പാലസാട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോകട്ടോ. നേരെ റൂമിൽ പോയി. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ കൂടി എന്തായാലും നമ്മുടെ യാത്രാ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ അസർബൈജാനിലെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം. ഇനി അടുത്ത യാത്ര വരുമ്പോൾ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോസുകൾ എല്ലാ ദിവസവും മസ്റ്റപ്പ് വീഡിയോ ഉണ്ടാകുന്നു കേട്ടോ. ഓക്കെ, ബൈ.